ഹായ്. അപ്പോൾ എനിക്ക് പണ്ടൊട്ടൊരു അസുഖമായിരുന്നു, ഈ ഭയങ്കര പഴയ നോട്ട്സൊക്കെ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള നോട്ട്സൊക്കെ യൂസ് ചെയ്യാതെ എടുത്ത് വയ്ക്കുക അങ്ങനെ. അപ്പോൾ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി നോട്ട്സായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊരു ഫയലൊക്കെ മേടിച്ച് അതിനങ്ങോട്ട് ഭംഗിയിൽ വയ്ക്കുക. അങ്ങനെ ഇന്നലെ ആമസോണിൽ ഫയൽ ഓർഡർ ചെയ്തു. ഇന്ന് ഫയൽ വന്നു, കറൻസി ആൽബം. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ നോട്ട്സൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്യാൻ പോകാം. എനിക്ക് പണ്ട് കുറേ കോയിൻ ഉണ്ടായിരുന്നു, ഇപ്പം എൻ്റെ കോയിൻസ് ഒന്നും കാണാനില്ല. ഇനി തപ്പണം. മറ്റേ നല്ല ഭംഗിയുള്ള 20 രൂപയുടെ കോയിനിൽ ഇപ്പം ഇറങ്ങിയത് അത്. പിന്നെ പഴയ കുറച്ച് കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, മേ ബി പപ്പയുടെ എങ്ങനെ പെട്ട് കാണുമായിരിക്കും. അത് പോയി തപ്പിയെടുക്കണം. ഇപ്പം എനിക്ക് ആകെ ഒറ്റ കോയിനുള്ളൂ. അത് ഇവിടെ നമുക്കൊരു സ്റ്റാക്ക് ഉണ്ട്, ഇതിൽ നമുക്ക് വയ്ക്കാം. സെറ്റ്. ഇനി മേ ബി നമുക്ക് ആദ്യം ഫോറിൻ കറൻസി വയ്ക്കാം, കാരണം അതെനിക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യനിലോട്ട് പോകാം. ഇത് 1 റിയാലാണ്. 1 റിയാൽ ഒമാൻ. ഇതും 1 റിയാൽ തന്നെ. ഇത് ഒമാനാണല്ലോ. ഓ, ഇതായിരുന്നു ഒമാൻ. സോറി ഗൈസ്, ഇത് 1 റിയാൽ ഒമാൻ. ഓക്കെ, ഇത് ഖത്തറായിരുന്നു. ഇവിടെ ബാക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സെൻട്രൽ ഖത്തർ. ഓക്കെ. പിന്നെ ഈ അടുത്ത് വിയറ്റ്നാം പോയായിരുന്നു, അതുകൊണ്ട് ഇതൊന്ന്. ഇത്ര എനിക്ക് ഫോറിനുള്ളൂ, ബാക്കി തപ്പണം. പിന്നെ നമ്മുടെ പഴയ ഇത് 1 റുപ്പി നോട്ട്, അത് തന്നെ 2 എണ്ണം ഉണ്ട്. പിന്നെ ഈ കളറുണ്ട്, ഇത് 1 റുപ്പി നോട്ടാണ്. പിന്നെ ഒരു 5 റുപ്പി നോട്ട്, ഇത് നല്ല ഭംഗിയുള്ള 10ൻ്റെ നോട്ട്. പിന്നെ പണ്ടത്തെ 50 നല്ല ഭംഗിയുണ്ട്. ഇതൊരു 500 റുപ്പീസ്. ഇപ്പം എൻ്റെ അടുത്ത് ഇത്ര കാണാറുള്ളൂ, ഇനി തപ്പണം. അപ്പം തപ്പിയിട്ട് കിട്ടിയ കുറച്ചെണ്ണത്തിന് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കോയിൻസ് വയ്ക്കാം. ഇത് റിയാൽ, ഇത് വിയറ്റ്നാമീസ് ഡോളർ, പിന്നെ ആക്കി ഇന്ത്യൻ രൂപ. അയ്യോ, ഇത് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇവിടെ നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ കറൻസിയൊക്കെ ഇങ്ങനെ ഒരു നോട്ടെങ്കിലും ബാക്കി വെച്ചിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ട് നിറയ്ക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.